ഫോർത്ത് സെമസ്റ്റർ കോംപ്ലിമെന്ററി പേപ്പറിലെ മൊഡ്യൂൾ 3 ആയ ഫൊറിയർ സീരീസ് ആൻഡ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന മൊഡ്യൂളിനെ കുറച്ച് പാർട്ടുകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് പീരിയോഡിക് ഫംഗ്ഷൻ ആൻഡ് ഊളർ ഫോർമുല ഫോർ ദി ഫൊറിയർ സീരീസ്, ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ, ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ. പീരിയോഡിക് ഫംഗ്ഷൻ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. എന്താണ്? A function f of x is called periodic if it is defined for all real value of x and if there some positive number t such that f of x plus t equal to f of x for all x. ഈ t എന്ന് പറയുന്നത് പീരിയോഡ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഒരു തന്ന ഫംഗ്ഷനെ ഒരു t എന്നൊരു പീരിയോഡിക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ f of x തന്നെ ആയിരിക്കും. നമുക്ക് ഗ്രാഫ് നോക്കി കുറച്ചുകൂടി മനസ്സിലാവും. ഇവിടെ നോക്കുക, ഈ ലെങ്ത് ആണ് നമ്മൾ പറയുന്നത് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ ലെങ്ത് തന്നെയല്ലേ താഴെയും വരുന്നത് അല്ലെ? അതേപോലെ തന്നെ ഈ ലെങ്ത് തന്നെയല്ലേ, ഒക്കെ ഒരേ ലെങ്ത് തന്നെയാണ്. ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത്തും പിന്നെ അതൊക്കെ സെയിം ആണ്. പീരിയോഡിക് ഫംഗ്ഷനകത്ത് നമുക്ക് സൈനും കോസും ടാനും ആണ് നമുക്ക് പഠിക്കാനുള്ളത്. സൈനും കോസും ആണ്. അപ്പോൾ സൈൻ ഓഫ് പി ഓഫ് എക്സ് ഈക്വൽ ടു 2π/p ആണ്. കോസ് പി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2π/p ആണ്. അപ്പൊ എന്താ വെച്ചാൽ സൈനിന്റെയും കോസിന്റെയും പീരിയോഡിക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2π/p ആണ്. നോക്കാം, നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞത്? ഫൈൻഡ് ദി സ്മാളസ്റ്റ് പോസിറ്റീവ് പീരിയഡ് ഓഫ് കോസ് എക്സ്. നമുക്കറിയാം കോസ് എക്സിന്റെ അല്ലെ പീരിയോഡിക് ഫംഗ്ഷൻ അറിയാം. എന്താണ്? കോസ് പി എക്സിന്റെ പീരിയോഡിക് ആണ് 2π/p ആണ്. ഇവിടെ p എന്താണെന്ന് നോക്കിയാൽ മതി. തന്നിട്ട് എന്താ? കോസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ എന്താ വരുന്നത്? പിന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എന്താവും? കോസ് എക്സിന്റെ പീരിയോഡ് ആണ് 2π/1. ആൻസർ എന്തായി? 2π ആയി. അപ്പൊ കോസ് എക്സിന്റെ പീരിയോഡിക് എന്ന് പറയുന്നത് 2π ആണ്. ഇനി അടുത്ത് ഫൈൻഡ് സ്മാളസ്റ്റ് പോസിറ്റീവ് പീരിയഡ് ഓഫ് പി ഓഫ് സൈൻ 2x. അപ്പൊ നമുക്കറിയാം സൈൻ പി എക്സിന്റെ പീരിയോഡിക് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 2π/p ആണ്. ഇവിടെ അല്ലെ പിന്റെ സ്ഥാനത്ത് ആരാ കിടക്കുന്നത്? 2 ആണ്. അപ്പൊ എന്താവും? ഇവിടെ ഹിയർ p ഈക്വൽ ടു 2. അപ്പൊ എന്താവും? സൈൻ 2x ഈക്വൽ ടു 2π/2. ഈ 2 വെട്ടിപ്പോയി പൈ ഇട്ട്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് സ്മാളസ്റ്റ് പോസിറ്റീവ് പീരിയഡ് p ഓഫ് സൈൻ πx. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. സൈൻ പി എക്സിന്റെ പീരിയോഡിക് ഫംഗ്ഷൻ 2π/p ആണ്. ഇനി ഇവിടെ പിന്റെ സ്ഥാനത്ത് ആരാണ്? പൈ ആണ്. അപ്പൊ എന്താവും? ഹിയർ p ഈക്വൽ ടു പൈ. അപ്പൊ എന്താവും? സൈൻ πx ഈക്വൽ ടു എന്ത് വരും? 2π/π. പൈ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? 2et. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക. ഊളർ ഫോർമുല ഫോർ ദി ഫോറിയർ സീരീസ്. f of x equal to a0 plus summation n equal to 1 to infinity an cos nx plus bn sin nx on minus pi to pi വരെയാണ്. ഇനി വേർ a0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f of x dx. ഇനി an എന്ന് പറഞ്ഞാൽ 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f of x cos nx dx. n എന്നാണ് 1 2 3 4 etc. ഇനി bn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/π ഇന്റഗ്രൽ മൈനസ് പൈ ടു f of x sin nx dx n equal to 1 2 3 4 etc. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ ഇതിന്റെ ലെങ്ത് അറിഞ്ഞിരിക്കണം അല്ലെ? ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക അല്ലെ? നമ്മൾ ഒരു ക്ലോസ് ഇന്റർവൽ a, bന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? b മൈനസ് a ആണ്. എന്താവും? b മൈനസ് a ചെക്ക് ചെയ്ത് നോക്കിയാൽ അതിന്റെ ലെങ്ത് കിട്ടും. ഇനി ഇവിടെ ഏതാ വരുന്നത്? ലെങ്ത് മൈനസ് പൈ പൈ ആണ്. ഇതിന്റെ ലെങ്ത് അളക്കുമ്പോൾ എന്താവും? പൈ മൈനസ് മൈനസ് പൈ വരും. എത്രയായി? മൈനസ് മൈനസ് ആണ് പ്ലസ് പൈ ഈക്വൽ ടു 2π. അപ്പോൾ തന്ന ക്വസ്റ്റിന്റെ ലെങ്ത് 2π ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ആ കാര്യം ശ്രദ്ധിക്കാം. പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഫോറിയർ സീരീസ് f of x ഈക്വൽ ടു x on minus π, π. നമുക്കറിയാം ഇതിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വരുന്നത്? 2π തന്നെയാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും ഇതിന്റെ ലെങ്ത് 2π എന്ന് തന്നിട്ടുണ്ടാവും. അപ്പൊ പ്രശ്നമല്ല, അപ്പൊ ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിക്കാം. നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? ഇതിന്റെ അകത്തുനിന്ന് a0ന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. a0ന്റെ ഇക്വേഷൻ എന്താണ്? 1/2π ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ
എന്താണ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലെ. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് ആണ്. അതെന്താ 1/2π ഇന്റഗ്രൽ -π to π എന്താവും എക്സ് ഡി എക്സ്. ഇനി 1/2π ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ x²/2 -π to π ആണ്. ഇനി ഫസ്റ്റ് ഞാൻ 1/2 ഔട്ട് സൈഡ് എടുത്തു. 1/2 π into 1/2 x² -π to π. എന്നിട്ട് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ ഇവിടെ 2 into 2 4 ആയി 4π. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും π² മൈനസ് π² വരും ഈക്വൽ ടു 1/4π π² മൈനസ് π² ആകുമ്പോൾ π² തന്നെയാണ്. അപ്പോൾ എന്താ ഈ ടേം 0 ആയി പോയി ഈക്വൽ ടു 1/4π into 0 ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ടിന്റെ വാല്യൂ എന്തായി 0 കിട്ടി. അടുത്ത ഏതാണ് എ എൻ കണ്ടുപിടിക്കുക. എ എൻ ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π എഫ് ഓഫ് എക്സ് ഇൻറ്റു എന്താണ് cos nx dx. ഇവിടെ അറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആണ്. അപ്പോൾ ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π to π എക്സ് ഇൻറ്റു cos nx dx. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എക്സ് ആക്കി എടുക്കുക, എന്നിട്ട് ഇന്റഗ്രേറ്റ്. ഇപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് കോസ് എൻ എക്സ് ഡി എക്സ് ഇൻറ്റു ഡി എക്സ്. ഇനി കോസിന്റെ ഇന്റഗ്രേഷൻ എന്താണ് സൈൻ എൻ എക്സ്. ഇവിടെ കഴിഞ്ഞിട്ടില്ല, ഇതിന് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ താഴെ എൻ വരും ബൈ എൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി എക്സിന്റെ ഡിഫറൻസിയേഷൻ 1 ആണ്. കോസ് എൻ എക്സിന്റെ ഇന്റഗ്രേഷൻ സൈൻ എൻ എക്സ് ബൈ എൻ ഡി എക്സ്. ഇനി ഈക്വൽ ടു ഞാൻ എക്സ് സൈൻ എക്സ് ഒരുമിച്ച് എഴുതി ഡിവൈഡഡ് ബൈ എൻ. ഇനി ഇവിടെ എന്നിന് ഔട്ട് സൈഡ് എടുത്തു 1/n ഇന്റഗ്രൽ സൈൻ എൻ എക്സ് ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് 1/n സൈൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ ആണ്. ഇനി അത് ഈ എന്നിനെയും ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് വരും ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ -π to π എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ്. ഇനി ഫസ്റ്റ് ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ -π to π പ്ലസ് അടുത്ത് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ -π to π. ഇവിടെ അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ പൈ ഇൻറ്റു സൈൻ എൻ പൈ മൈനസ് പൈ. ഇനി അല്ലേ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, അപ്പം -π ഇൻറ്റു സൈൻ എൻ ഓഫ് -π ഓൾ ഡിവൈഡഡ് ബൈ എൻ. ഇനി പ്ലസ് ഇവിടെ കൊടുക്കുമ്പോൾ കോസ് എൻ പൈ മൈനസ് കോസ് എൻ -π ഓൾ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഒരു കാര്യം അറിഞ്ഞിരിക്കുക, എന്താണ് കോസ് എൻ പൈ എന്താണ് -1 ഓൾ റൈസ് ടു എൻ ആണ്. ഇനി സൈൻ എൻ പൈ എന്തായിരിക്കും ആൾവേസ് 0 ആയിരിക്കും. ഇനി സൈൻ ഓഫ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അതേപോലെ കോസ് ഓഫ് -x എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ. അപ്പോൾ ഇവിടെ നോക്കുക എന്താണ് ഇവിടെ സൈൻ ഓഫ് എൻ ഓഫ് -π ഉണ്ട്, അപ്പോൾ എന്താ മൈനസ് പുറത്തോട്ട് വരും. ഇനി ഇവിടെയോ കോസ് ഓഫ് എൻ ഓഫ് -π ആണെങ്കിൽ പുറത്തോട്ട് മൈനസ് വരില്ല, പ്ലസ് ആവും. കാരണം സൈന് ഓഡ് ഫംഗ്ഷനും കോസ് ഈവൺ ഫംഗ്ഷനും കൂടിയാണ്. അപ്പോൾ എങ്ങനെ വരും ഈക്വൽ ടു പൈ സൈൻ എൻ പൈ. ഈ മൈനസും പ്ലസ് ആയി. പിന്നെ ഇവിടുത്തെ മൈനസ് ഉണ്ട് അല്ലേ, അത് ഞാൻ പിന്നെ എഴുതണേ പ്ലസ് π ഇൻറ്റു ഇതിന് മാറ്റി എഴുതുമ്പോൾ മൈനസ് സൈൻ എൻ പൈ
all divided by n ഇനി പ്ലസ് എന്തെങ്കിലും cos n pi ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ അല്ല മൈനസ് പുറത്തേ ഇടുമ്പോൾ മൈനസ് അല്ല പ്ലസ് തന്നെയാണ് വരുന്നത്. അപ്പം മൈനസ് cos n pi all divided by n സ്ക്വയർ. അപ്പോൾ ഒരേ ടേമാണ്, ഇത് രണ്ട് ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ എന്താ ഇത് മൊത്തം എന്തായി 0 ആയി. 0 by n സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ഗുണിക്കുക അല്ലെ. പൈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും പൈ സൈൻ n pi മൈനസ് പൈ സൈൻ n pi ഡിവൈഡഡ് ബൈ n പ്ലസ് എന്തായി കോസ് n pi മൈനസ് കോസ് n pi ബൈ n സ്ക്വയർ അല്ലെ. ഈ ടേം സബ്ട്രാക്ട് ചെയ്ത് 0 ആയി, ഈ ടേം സബ്ട്രാക്ട് ചെയ്ത് 0 ആയി. അപ്പോൾ ടോട്ടൽ എന്തായി 0 ആയി. അപ്പോൾ a-ന്റെ വാല്യൂ എന്തായി 0 കിട്ടി. അടുത്തെന്താ bn ഈക്വൽ ടു 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ f ഓഫ് എക്സ് സൈൻ nx dx. ഇവിടെ f ഓഫ് എക്സ് എന്ന് പറയാം എന്താണ് x ആണ്. അപ്പോൾ മാറ്റി എഴുതുമ്പോൾ ഉണ്ടാവും ഈക്വൽ ടു 1 ബൈ പൈ ഇന്റഗ്രൽ മൈനസ് പൈ ടു പൈ എന്താണ് എക്സ് ഇൻറ്റു സൈൻ nx dx. അപ്പോൾ ഇവിടെ വീണ്ടും ഇൻ്റഗ്രേഷൻ്റെ പ്രൊഡക്റ്റ് റൂൾ ആയി വരുന്നത്. അപ്പോൾ എക്സ് എന്തായി ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുക. അപ്പോൾ ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു സൈൻ nx dx ഈക്വൽ ടു എന്തെങ്കിലും എക്സ് ഇൻറ്റു ഇൻ്റഗ്രൽ സൈൻ nx dx മൈനസ് ഇൻ്റഗ്രൽ ഓഫ് d ബൈ dx ഓഫ് എക്സ് ഇൻ്റഗ്രൽ സൈൻ nx dx ഇൻറ്റു dx. ഇനി എക്സ് ഇൻ്റഗ്രേഷൻ സൈൻ എക്സിൻ്റെ മൈനസ് കോസ് nx ബൈ n മൈനസ് ഇൻ്റഗ്രൽ ഡി എക്സിൻ്റെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1, ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് nx ബൈ n dx. ഇനി ഒരുമിച്ച് ചെയ്ത് മൈനസ് എക്സ് കോസ് nx ബൈ n, ഈ മൈനസ് മൈനസും പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി 1 ബൈ n ഇൻ്റഗ്രൽ കോസ് nx dx ഈക്വൽ ടു മൈനസ് എക്സ് കോസ് nx ബൈ n പ്ലസ് 1 ബൈ n ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് nx അറിയുമ്പോൾ സൈൻ nx ബൈ n ആണ്. അപ്പോൾ രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ n സ്ക്വയർ. അപ്പോൾ മൈനസ് എക്സ് കോസ് nx ബൈ n പ്ലസ് 1 ബൈ n സ്ക്വയർ സൈൻ nx ആയി. നമ്മൾ എന്തായിരുന്നു തുടങ്ങിയത് ഇൻ്റഗ്രൽ മൈനസ് പൈ ടു പൈ എക്സ് ഇൻറ്റു സൈൻ nx dx ആണ്. ഇനി ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്നിനെ ഔട്ട് സൈഡ് എടുക്കുകയാണ്, ഇതിന് മൈനസും അപ്ലൈ ചെയ്യാം. അപ്പോൾ മൈനസ് 1 ബൈ n ഔട്ട് സൈഡ് എടുത്തിട്ടാണ് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് nx മൈനസ് പൈ ടു പൈ പ്ലസ് 1 ബൈ n സ്ക്വയർ സൈൻ nx മൈനസ് പൈ ടു പൈ. കാരണം അല്ലെങ്കിൽ മൈനസ് ആകെ ഡൗട്ട് വരും, കുറേ മൈനസ് വരും. അപ്പോൾ അതിന് അങ്ങനെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിയത്. ഇനി ഈക്വൽ ടു മൈനസ് 1 ബൈ n അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എക്സിന് പൈ കോസ് n പൈ മൈനസ് ഇനി ഈ മൈനസ് പൈ എക്സിൽ കൊടുക്കുമ്പോൾ മൈനസ് പൈ ഇനി കോസ് n മൈനസ് പൈ വരും. ഇനി പ്ലസ് 1 ബൈ n സ്ക്വയർ അപ്പർ ലിമിറ്റ് പൈ ചെയ്യുമ്പോൾ സൈൻ n പൈ മൈനസ് സൈൻ n മൈനസ് പൈ വരും. ഇനി നമുക്ക് റിസൾട്ട് അറിയാം എന്താണ് കോസ് മൈനസ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കോസ് n പൈ ആണ്. അതേപോലെ സൈൻ മൈനസ് ഓഫ് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സൈൻ n പൈ ആണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താ ഈക്വൽ ടു മൈനസ് 1 ബൈ n പൈ ഇൻറ്റു കോസ് n പൈ, ഈ മൈനസ് മൈനസും പ്ലസ് ആയി പ്ലസ് പൈ ഇവിടെ എന്താവും കോസ് n പൈ പ്ലസ് 1 ബൈ n സ്ക്വയർ സൈൻ n പൈ, ഈ മൈനസ് ഇങ്ങോട്ട് വന്നാൽ മൈനസ് മൈനസ് സൈൻ n പൈ ഇനി ഈക്വൽ ടു മൈനസ് 1 ബൈ n ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ 2 പൈ കോസ് n പൈ പ്ലസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു സൈൻ n പൈ പ്ലസ് സൈൻ n പൈ ഈക്വൽ ടു മൈനസ് 1 ബൈ n ഇൻറ്റു 2 പൈ കോസ് n പൈ പ്ലസ് 1 ബൈ n സ്ക്വയർ ഇൻറ്റു 2 സൈൻ n പൈ.
നമുക്ക് റിസൾട്ട് അറിയാം. കോസ് എൻ പൈ എന്ന് പറഞ്ഞാൽ -1 ഓൾ റൈസ് ടു n ആണെന്നും സൈൻ എൻ പൈ എന്ന് പറഞ്ഞാൽ 0 ആണ്. അതിവിടെ അപ്ലൈ ചെയ്യാം. അപ്പം എന്താവും? -1/n ഇൻറ്റു 2π ഇൻറ്റു -1 ഓൾ റൈസ് ടു n പ്ലസ് 1/n² ഇൻറ്റു 2 ഇൻറ്റു സൈൻ എൻ പൈ അത് 0 ആണ്. അപ്പം എന്ത് വരും? -2π -1 ഓൾ റൈസ് ടു n ബൈ n ആയി വരും അല്ലേ. ഈ ടേം മൊത്തം 0 ആയി. നമുക്കറിയാം ഇവിടെ എന്ത് ചെയ്യുന്നു? bn ഈക്വൽ ടു 1/π ഇന്റഗ്രൽ -π ടു π എന്തായിരുന്നു? f ഓഫ് x ഇൻറ്റു സൈൻ nx dx ആയിരുന്നു. ഇവിടെ x അല്ല 1/π ഇൻറ്റു ഇന്റഗ്രൽ -π ടു π എന്തായാലും x ഇൻറ്റു സൈൻ nx dx. അപ്പൊ ഇത്രയും സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കണ്ടെത്തിയത് എന്താണ്? ഇതാണ് -2π -1 ഓൾ റൈസ് ടു n ബൈ n. അത് അപ്ലൈ ചെയ്യാം. 1/π ഇൻറ്റു -2π -1 ഓൾ റൈസ് ടു n ബൈ n. അപ്പൊ ഇവിടെ പൈ വെട്ടിപ്പോയി. -2/n -1 ഓൾ റൈസ് ടു n. ഇതാണ് bnന്റെ വാല്യൂ. ഇവിടെ an എന്താണ്? 0 ആണ് അല്ലെ. a നോട്ടും 0 ആണ്. a നോട്ടിന്റെ വാല്യൂ 0, a-ന്റെ വാല്യൂം 0 ആണ്. ഈ bnന്റെ വാല്യൂ എന്താ നമുക്ക് കിട്ടിയത്? -2/n -1 ഓൾ റൈസ് ടു n അല്ലെ. n-ന്റെ വാല്യൂ 1 2 3 എക്സെട്ര. അപ്പം ഇനി എന്ത് ചെയ്യാം? ഫോറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്യാം. ഫോറിയർ സീരീസ് എന്തായിരുന്നു? f ഓഫ് x ഈക്വൽ ടു a നോട്ട് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ത് ചെയ്തു? an cos nx പ്ലസ് bn സൈൻ nx. ഇനി വാല്യൂ a നോട്ടിന്റെ വാല്യൂ 0 ആണ്. പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി a-ന്റെ വാല്യൂ 0 ഇൻറ്റു കോസ് nx പ്ലസ് bn-ന്റെ വാല്യൂ -2/n -1 ഓൾ റൈസ് ടു n സൈൻ nx. അപ്പോൾ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? ഈ ടേം മാത്രമേ ഉണ്ടാവുള്ളൂ. സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -2/n -1 ഓൾ റൈസ് ടു n സൈൻ nx. ഇവിടെ നിർത്തിയാലും മതി. ഇവാണെങ്കിൽ n-ന് 1 കൊടുക്കാം, 2 കൊടുക്കാം, അങ്ങനെ ചെയ്താലും പറ്റും. ഫോറിയർ സീരീസ് f of x equal to x on -π to π reduce that π/4 equal to 1 -1/3 plus 1/5 -1/7 etc. ഇവിടെ ശ്രദ്ധിക്കുന്ന ആർച്ച് ചെയ്ത് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷെ ഒരു എക്സ്ട്രാ വന്നത് എന്താണ് അല്ലെ? റെഡ്യൂസ് ദി π/4 ഈക്വൽ ടു 1. ഈ ടേം മാത്രമാണ് ചേഞ്ച് വന്നിട്ടുള്ളൂ. അപ്പൊ ആദ്യം ചെയ്ത പോലെ എന്ത് ചെയ്യാം? നമ്മൾ ആദ്യം ഫസ്റ്റ് a നോട്ട് കണ്ടുപിടിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക? an കണ്ടുപിടിക്കുക, പിന്നെ bn കണ്ടുപിടിക്കുക, പിന്നെ f ഓഫ് x എന്ന ഫോറിയർ സീരീസിന്റെ എക്സ്പാൻഷൻ എഴുതി വെക്കുക. നമുക്കറിയാം a നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലെ. an-ഉം 0 ആയിരുന്നു. ഇനി bn എന്തായിരുന്നു? -2/n -1 ഓൾ റൈസ് ടു n. n-ന്റെ വാല്യൂ 1 2 3 എക്സെട്ര. ഇനി f ഓഫ് x നമ്മൾ കണ്ടെത്തിയിരുന്നു തൊട്ട് മുമ്പത്തെ പ്രോബ്ലം. എന്തായിരുന്നു? സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി -2/n -1 ഓൾ റൈസ് ടു n സൈൻ nx. എന്നിട്ട് ഇനി എന്ത് ചെയ്യുക? ഇവിടെ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതിനെ എക്സ്പാൻഷൻ ചെയ്യണം. അതെന്ത് ചെയ്യുക? n-ന് 1 കൊടുക്കുക, 2 കൊടുക്കുക, 3 കൊടുക്കുക. അപ്പം എന്താവും? n-ന് 1 കൊടുത്താൽ എന്താവും? -2/1 -1 ഓൾ റൈസ് ടു 1 സൈൻ x. ഇനി പ്ലസ് ഇനി -2/n-ന് 2 ആയി. ഇനി -1 ഓൾ റൈസ് ടു സ്ക്വയർ സൈൻ 2x ആയി. ഇനി n-ന് 3 കൊടുക്കുമ്പോൾ -2/3 -1 ഓൾ റൈസ് ടു ക്യൂബ് സൈൻ 3x. ഇനി അടുത്ത സൈൻ n-ന് 4 കൊടുക്കുമ്പോൾ -2/4 എന്താവും? -1 ഓൾ റൈസ് ടു 4 സൈൻ 4x. ഇനി അടുത്തൊരു ടേം കൂടി കൊടുക്കാം. -2/5 -1 ഓൾ റൈസ് ടു 5 സൈൻ 5x അല്ലെ, പ്ലസ് എക്സെട്ര. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ f ഓഫ് x ഈക്വൽ ടു ആണ് ഇത്. ഇവിടെ f ഓഫ് x എന്തായിരിക്കും അല്ലെ? x ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എങ്ങനെ എഴുതാം? x ഈക്വൽ ടു അല്ലെ, ചെറുതാക്കുമ്പോ -2/1 അല്ലെ, -1 ഓൾ റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു സൈൻ x പ്ലസ് -2/2 ഇൻറ്റു -1 ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു സൈൻ 2x പ്ലസ് -2/3 ഇൻറ്റു -1
അല്ലേ -1 ഇൻറ്റു സൈൻ 3x. കാരണം -1 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ആണ്. ഇനി പ്ലസ് -2/4 ഇൻറ്റു -1 ഹോൾ റേസ് ടു 4 എന്നാണ് +1 ഇൻറ്റു സൈൻ 4x പ്ലസ് -2/5 ഇൻറ്റു -1 ഹോൾ റേസ് ടു 5 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു എന്താണ് സൈൻ 5x പ്ലസ് എക്സെട്ര. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, -1 ഹോൾ റേസ് ടു n ആണെങ്കിൽ n ഓഡ് ആണെങ്കിൽ എന്താവും വാല്യൂ -1ഉം n ഈവൺ ആണെങ്കിൽ വാല്യൂ +1 ആവും. അല്ലാതെ ഇവിടെ -1 അല്ല 1 എന്ന് പറഞ്ഞാൽ ഓഡാണ് -1 ആയി. ഇവിടെ n സ്ഥാനത്ത് 2 ആണ്, ദാറ്റ് ഈസ് ഈവൺ 1 ആയി അല്ലെ. ഇവിടെ ഓഡാണ് -1ന്റെ അല്ല 3 ഓഡായതുകൊണ്ട് -1. ഇനി എന്ത് ചെയ്യുക, ഇനി ചെറുതാക്കാം. അപ്പോൾ നാം x ഈക്വൽ ടു മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, അപ്പോൾ 2 സൈൻ എക്സ്, ഇനി മൈനസ് ഇത് 2 വെട്ടിപ്പോയി, ബാക്കി എന്താ മൈനസ് സൈൻ 2x ആയി. ഇനി മൈനസ് മൈനസ് പ്ലസ് ആയി 2/3 സൈൻ 3x. ഇത് രണ്ടും ചെറുതാക്കി കഴിഞ്ഞാൽ -1/2 സൈൻ 4x, ഇനി പ്ലസ് 2/5 സൈൻ 5x പ്ലസ് എക്സെട്ര. ഇനി എത്ര എത്തി? നമ്മൾ കിട്ടിയ ആൻസർ എങ്ങനെ പറഞ്ഞിരുന്ന പോലെ ക്വസ്റ്റ്യനിൽ π/4 എന്ന രീതിയിലാണ് വന്നത് അല്ലെ. ക്വസ്റ്റ്യൻ നോക്കുക, എന്താണ് π/4 എന്ന രീതിയിലാണ്. ഞാൻ ഇവിടെ ഒരു എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്, π/2 എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. x ഈക്വൽ ടു π/2. അപ്പോൾ എന്താ വരും ഇക്വേഷന്, എക്സിന് സ്ഥാനത്ത് π/2 വരും. അപ്പോൾ π/2 ഈക്വൽ ടു 2 ഇൻറ്റു സൈൻ π/2 മൈനസ് സൈൻ 2 ഇൻറ്റു π/2 പ്ലസ് 2/3 ഇൻറ്റു സൈൻ 3π/2 മൈനസ് 1/2 ഇൻറ്റു സൈൻ 4 ഇൻറ്റു π/2 പ്ലസ് 2/5 സൈൻ 5π/2 പ്ലസ് എക്സെട്ര. 2 ഇൻറ്റു സൈൻ π/2 മൈനസ് ഈ 2 2 വെട്ടിപ്പോയപ്പോൾ സൈൻ പൈ ആയി. ഇനി പ്ലസ് 2/3 സൈൻ 3π/2, ഈ മൈനസ് ഈ 4ഉം ഈ 2 വെട്ടിക്കഴിഞ്ഞാൽ 1/2 സൈൻ 2π പ്ലസ് 2/5 സൈൻ 5/2 പ്ലസ് എക്സെട്ര. ഓക്കെ, നമുക്കറിയാം സൈൻ nπ ആൾവേസ് 0 ആണ്. അപ്പോൾ ഈ ടേം 0 ആയി പോയി, ഈ ടേമും 0 ആയി പോയി. അപ്പോൾ ബാക്കി എന്തുണ്ടാവുള്ളൂ, ഈക്വൽ ടു 2 π/2 പ്ലസ് 2/3 സൈൻ 3π/2 പ്ലസ് എന്താവും 2/5 സൈൻ 5/2 പ്ലസ് എക്സെട്ര. ഇത്രയും ടേം വന്നു. സൈൻ π/2 എത്രയാണ് വാല്യൂ, 1 ആണ്. ഇനി സൈൻ 3π/2 കാരണം 270 നോക്കിയാൽ മതി, എത്രയാണ് -1. ഇനി സൈൻ 5/2 450ന്റെ വാല്യൂ 1. കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ കിട്ടും. അപ്പോൾ നമ്മളിവിടെ ഇതാണ് π/2 ഈക്വൽ ടു 2 ഇൻറ്റു 1 പ്ലസ് 2/3 ഇൻറ്റു -1 അല്ലെ. സൈൻ 3/2 ആണ് വരുന്നത്, -1 പ്ലസ് 2/5 ഇൻറ്റു 1 പ്ലസ് എക്സെട്ര. അപ്പോൾ എന്താവും 2 മൈനസ് 2/3 പ്ലസ് 2/5 എക്സെട്ര. എല്ലാത്തിലും 2 ഉണ്ടല്ലോ, അത് ഔട്ട് സൈഡ് എടുക്കുക. 2 ഇൻറ്റു 1 മൈനസ് 1/3 1 പ്ലസ് 5 അല്ല 1/5 പ്ലസ് എക്സെട്ര. ഈ 2നെ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും 1/2 ഇൻറ്റു π/2 വരും, ഈക്വൽ ടു 1 മൈനസ് 1/3 1/5 എക്സെട്ര. അപ്പോൾ എന്തായി 1/4. ഇത് 2 ആണ്. 1π/4 ഈക്വൽ ടു 1 മൈനസ് 1/3 പ്ലസ് 1/5 എക്സെട്ര. അപ്പോൾ തെളിയിക്കാൻ പറഞ്ഞല്ലോ, കിട്ടിയല്ലോ. ഫൈൻഡ് ദി ഫോറിയർ സീരീസ് f of x ഈക്വൽ ടു x ഓൺ 0,2π. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇന്റർവെൽ നോക്കാം. എത്ര ലെങ്ത്, ഇന്റർവെൽ ലെങ്ത് എന്താണ് 2π മൈനസ് 0 എത്രയാണ് 2π ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഏതായിരുന്നു, a0 കാണുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ 1/2π ഇന്റഗ്രൽ -π to π f of x dx ആയിരുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഈ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും എങ്ങനെ എടുക്കുന്നത് അല്ലെ. ഈ ഇന്റർവെൽ ആകുമ്പോഴാണ് നമ്മൾ ഉപയോഗിച്ച
ലിമിറ്റ് പറയുന്നത് -π മുതൽ π വരെ, -π മുതൽ π വരെയാണ്. പക്ഷെ ഇവിടുത്തെ ലെങ്ത് എങ്ങനെയാണ്? 0 മുതൽ 2π ആണ്. അപ്പൊ ശ്രദ്ധിക്കുക, a0 ഈക്വൽ ടു 1/2π ഇന്റഗ്രൽ 0 to 2π ആണ് ഇവിടെ ലിമിറ്റ് വരിക. ശ്രദ്ധിക്കുക എങ്ങനെ വന്നത്? ഇവിടുത്തെ ലിമിറ്റ് ആണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതിന് മുമ്പൊക്കെ എങ്ങനെയായിരുന്നു? -π to π ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ -π മുതൽ π വരെ എഴുതിയത്. ഇവിടെ ഏത് ലിമിറ്റ്? 0 മുതൽ 2π ആണ്. ഇവിടെ f of x dx ആണ്. നമുക്ക് f of x അറിയാം. എത്ര തന്നിരിക്കണേ? x ആണ്. അപ്പോൾ 1/2π ഇൻറ്റു ഇന്റഗ്രൽ 0 to 2π x dx. ഇനി എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക? x² വരും. അപ്പോൾ 0 മുതൽ 2π വരെ. ഇനി ഈ 2നെ ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്തായി? 1/2π ഇൻറ്റു 1/2 എന്ത് വരും? x² 0 to 2π. ഈ 2 കൊണ്ട് ഈ 2 ഗുണിച്ച് കഴിഞ്ഞാൽ 1/4π വരും. x² 0 to 2π. ഇനി അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 1/4π എന്താണ്? 2π ഹോൾ സ്ക്വയർ മൈനസ് 0² വരും അല്ലെ? ഈക്വൽ ടു 1/4π. ഇനി 2π ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4π². 0 സ്ക്വയർ 0 ആണ്. അപ്പൊ എന്തായി? 1/4π ഇൻറ്റു 4π². ഈ 4ഉം ക്യാൻസൽ ചെയ്യും. പിന്നെ ഒരു പൈയും ഇവിടുത്തെ ഒരു പൈയും വെട്ടിപ്പോയാൽ ആൻസർ എന്തായി? π കിട്ടും. അപ്പൊ a0ന്റെ വാല്യൂ എന്തായി? π എന്ന് കിട്ടി. an ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π f of x cos nx dx. ഇവിടെ f of x എന്ന് പറഞ്ഞാൽ x ആണ്. അപ്പോൾ ഇന്റഗ്രൽ 0 to 2π എടുക്കാനുള്ള ക്വസ്റ്റ്യനിൽ ലിമിറ്റ് തന്നിട്ട് 0 മുതൽ 2π വരെയാണ്. അതുകൊണ്ടാണ് അവിടെ എടുത്തത്. 1/π ഇന്റഗ്രൽ 0 to 2π x ഇൻറ്റു cos nx dx അല്ലെ? f of x എന്ന് പറഞ്ഞാൽ x ആണ്. നമുക്കറിയാം, ഇതിന് മുമ്പത്തെ പ്രോബ്ലം ചെയ്തിരുന്നു. x ഇൻറ്റു cos nxന്റെ ഡിഫറൻറ്റ് ഇൻ്റഗ്രേഷൻ നമ്മൾ ചെയ്തിരുന്നു. എന്താ കിട്ടിയിരുന്നത്? x ഇൻറ്റു sin nx ബൈ n പ്ലസ് cos nx ബൈ n² ആണ്. ഇനി അത് ഇതിലേക്ക് ഇട്ടു ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? 0 to 2π എന്ത് വരും? x ഇൻറ്റു cos nx dx ഈക്വൽ ടു അല്ലെ? x ഇൻറ്റു sin nx ബൈ n 0 to 2π പ്ലസ് cos nx ബൈ n² 0 to 2π. ഇനി 1/n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്ത് വരും? x ഇൻറ്റു sin nx 0 to 2π. ഇവിടെ 1/n² ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? cos nx 0 to 2π ഈക്വൽ ടു 1/n. അപ്പർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2π sin 2nπ മൈനസ് 0 ഇൻറ്റു ലോവർ ലിമിറ്റ് 0 ആണ്. 0 ഇൻറ്റു sin n ഇൻറ്റു 0 പ്ലസ് 1/n² ഇൻറ്റു cos 2nπ. ഞാൻ ഇതിനിടയിലാണ് n ഇട്ടത്. 2nπ മൈനസ് cos n ഇൻറ്റു 0. എന്ത് ചെയ്യാം? ഇതിനെ മാറ്റി എഴുതുമ്പോൾ അങ്ങനെ കിട്ടും ഈക്വൽ ടു 1/n 2π ഇൻറ്റു sin 2nπ. ഇനി 0 ഇൻറ്റു സൈൻ അല്ല 0 കൊണ്ട് ഏത് മൾട്ടിപ്പിൾ ചെയ്താലും എന്താണ് വരിക? 0 ആണ്. ഇനി പ്ലസ് 1/n² cos 2nπ പിന്നെ എന്താണ്? n ഇൻറ്റു 0 0 ആണ്. അപ്പോൾ cos 0 വരും. ഇനി ഈക്വൽ ടു 1/n 2π sin 2nπ വരും അവിടെ അല്ലെ? മൈനസ് 0 ചെയ്താൽ അതിന് പ്ലസ് 1/n² cos 2nπ cos 0 എന്താണ്? 1 ആണ്. അപ്പോൾ മൈനസ് 1 വരും. ഇനി നമുക്ക് റിസൾട്ട് അറിയാം. sin nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ sin 2nπയും എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലെ? ഒരു 2 കൊണ്ട് ഗുണിച്ചു എന്നുള്ളൂ. അപ്പോൾ എന്തായി? ഈ ടേം എന്തായി കിട്ടി? 0 കിട്ടി. ഈ ടേം എന്താന്ന് നോക്കാം. ഈ cos
എൻ പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഹോൾ റൈസ് ടു n ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 2n പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? -1 ഹോൾ റൈസ് ടു 2n അല്ലെ? ഈ 2 മുന്നോട്ട് പോയി. ഈ എന്നിന് 1 കൊടുത്തെന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് വരും? -1 ഹോൾ റൈസ് ടു 2 ഇൻറ്റു 1 എന്തായി? -1 ഹോൾ സ്ക്വയർ. അത് എത്രയാണ്? 1 ആണ്. ഇനി എന്നിന് 2 കൊടുത്താലോ? -1 ഹോൾ റൈസ് ടു 2 ഇൻറ്റു 2 അപ്പൊ എന്താ? -1 ഹോൾ റൈസ് ടു 4 ഈക്വൽ ടു 1 അല്ലെ? അപ്പൊ ഇനി 3 കൊടുത്താലും എന്താ? 2 ഇൻറ്റു 3 6 ആണ്. അപ്പോൾ അത് ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാ നമ്പറും എന്തായി? ഈവൺ നമ്പേഴ്സ് ആയി മാറും. അപ്പോൾ ഈവൺ നമ്പർ ആകുമ്പോൾ -1 ഹോൾ റൈസ് ടു ഈവൺ നമ്പർ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ആണ് വരിക. അപ്പോൾ ഇതിന്റെ വാല്യൂ എന്താ വരിക? 1 ആണ്. അപ്പോൾ എങ്ങനെ വരും? 1/n എന്ത് വരും? 2π ഇൻറ്റു 0 പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു cos 2n പൈ എന്നാണ് 1 മൈനസ് 1 ഇതെന്തായി? 0 പ്ലസ് 0 എന്തായി? കഴിഞ്ഞിട്ടില്ല. നമ്മൾ എന്താ എത്തിയിട്ടുള്ളൂ അല്ലെ? ഇന്റഗ്രൽ 0 to 2π എന്താണ്? x ഇൻറ്റു കോസ് nx dx എന്ന് പറഞ്ഞ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ an ഈക്വൽ ടു എന്താണ്? 1/π ഇന്റഗ്രൽ 0 to 2π x ഇൻറ്റു കോസ് nx dx ആണ്. അപ്പൊ ഇന്റഗ്രേഷൻ വാല്യൂ 0 ആയതുകൊണ്ട് 1/π ഇൻറ്റു 0 ഈക്വൽ ടു 0. അപ്പൊ a-ന്റെ വാല്യൂ എന്തായി? 0 ആയി. അടുത്ത bn ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π f of x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം ഇവിടെ f of x എന്ന് പറഞ്ഞത് എന്താണ്? x ആണ്. അപ്പൊ എന്തായാലും ഈക്വൽ ടു 1/π ഇന്റഗ്രൽ 0 to 2π x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം ഇന്റഗ്രൽ x ഇൻറ്റു സൈൻ nx dx അല്ല? തൊട്ടുമുമ്പത്തെ പ്രോബ്ലം ചെയ്തതായിരുന്നു. എന്തിന്റെ റിസൾട്ട്? -x ഇൻറ്റു കോസ് nx ബൈ n പ്ലസ് 1/n സ്ക്വയർ സൈൻ nx. എന്ത് ചെയ്യാം? അതിന്റെ ലിമിറ്റ് അപ്ലൈ. അപ്പൊ 0 to 2π x ഇൻറ്റു സൈൻ nx dx ഈക്വൽ ടു ഞാൻ ഇതിൽ n ഉണ്ട് മൈനസ് ഉണ്ട് ഔട്ട് സൈഡ് എടുത്തു. -1/n x ഇൻറ്റു കോസ് nx 0 to 2π പ്ലസ് 1/n സ്ക്വയർ സൈൻ nx 0 to 2π ഈക്വൽ ടു -1/n അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2π എക്സിന്റെ സ്ഥാനത്ത് 2π കൊടുക്കുക. കോസ് 2nπ മൈനസ് 0 ഇൻറ്റു കോസ് n ഇൻറ്റു 0 പ്ലസ് 1/n സ്ക്വയർ അപ്പർ ലിമിറ്റ് നോക്കുമ്പോൾ സൈൻ 2nπ മൈനസ് സൈൻ n ഇൻറ്റു 0 ഈക്വൽ ടു 1/n മൈനസ് 1/n 2π കോസ് 2nπ മൈനസ് 0 ഇൻറ്റു സംതിങ് 0 തന്നെയാണ് പ്ലസ് 1/n സ്ക്വയർ സൈൻ 2nπ ഇനി അവിടെ ഗുണിച്ചു കഴിഞ്ഞാൽ സൈൻ 0 ഈക്വൽ ടു -1/n ഇവിടെ വരും 2π കോസ് 2nπ പ്ലസ് 1/n സ്ക്വയർ ഇവിടെ വരും സൈൻ 2nπ സൈൻ 0 ആണ് ഈക്വൽ ടു -1/n 2π കോസ് 2nπ പ്ലസ് 1/n സ്ക്വയർ സൈൻ 2nπ. നമുക്കറിയാം സൈൻ nπ എന്ന് പറഞ്ഞാൽ 0 ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ 2nπയും എന്താണ്? 0 ആണ്. പിന്നെ കോസ് nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -1 ഹോൾ റൈസ് ടു n ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് 2nπ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? -1 ഹോൾ റൈസ് ടു 2n ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1ഉം ഇതിന്റെ വാല്യൂ 0 വരിക. അപ്പൊ ഈക്വൽ ടു -1/n ഇൻറ്റു 2π ഇൻറ്റു 1 പ്ലസ് 1/n സ്ക്വയർ ഇൻറ്റു 0. അപ്പൊ എന്തായി? -2π/n വരും.
അപ്പോൾ ബി എൻ ഈക്വൽ ടു 1 by pi integral 0 to 2 pi f of x sin nx dx ഈക്വൽ ടു ഇതിന്റെ മൊത്തം വാല്യൂ എന്താണ് 1 by pi ഇൻറ്റു എന്താണ് മൈനസ് 2 pi by n. അപ്പം ഇവിടുത്തെ ഒരു പൈയും ഈ പൈ വെട്ടിക്കഴിഞ്ഞാൽ ആൻസർ മൈനസ് 2 by n ഇട്ട്. ഇനി എന്ത് ചെയ്യാം, ഫോറിയർ സീരീസിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താണ് ഫോറിയർ സീരീസ് ഇക്വേഷൻ? f of x ഈക്വൽ ടു a naught plus summation n equal to 1 to infinity an cos nx plus bn sin nx. ഇനി a നോട്ടിന്റെ വാല്യൂ എന്തായിരുന്നു? പൈ ആയിരുന്നു. പ്ലസ് സമ്മേഷൻ 1 to infinity. ഇനി ന്റെ വാല്യൂ എന്തായിരുന്നു? 0 ആണ്. 0 ഇൻറ്റു കോസ് എൻ എക്സ്. ബി എൻ്റെ വാല്യൂ തൊട്ടുമ്പോൾ കണ്ടെത്തി മൈനസ് 2 by n സൈൻ എൻ എക്സ്. ചെറുതാക്കി കഴിഞ്ഞാൽ പൈ പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to infinity മൈനസ് 2 by n സൈൻ എൻ എക്സ്. ഈ മൈനസ് 2n ഔട്ട് സൈഡ് എടുത്തു കഴിഞ്ഞാൽ പൈ മൈനസ് 2 summation n equal to 1 to infinity sin nx by n. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫോറിയർ സീരീസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി ഫോറിയർ സീരീസ് f of x equal to if minus pi by 2 less than x pi by 2 pi minus x if pi by 2 less than x 3 pi by 2. ഇവിടെ നോക്കാം, ഇത് ഏതാണ്? ഇതിൻ്റെ ലെങ്ത് നോക്കണം. എവിടെ മുതൽ തുടങ്ങണം? മൈനസ് പൈ ബൈ 2 മുതൽ തുടങ്ങി 3 pi by 2 വരെയാണ് ഇത് കിടക്കുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുമ്പോൾ 3 pi by 2 മൈനസ് മൈനസ് പൈ ബൈ 2. അപ്പോൾ എന്താവും? 3 pi by 2 പ്ലസ് പൈ ബൈ 2. അപ്പോൾ എന്താവും? 4 pi by 2. അപ്പോൾ 2 pi. അപ്പോൾ ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 2 pi ആണ്. അപ്പോൾ നമ്മൾ സാധാരണ ഈക്വേഷൻ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ഇതിന് നിങ്ങൾ എ നോട്ട് കണ്ടുപിടിക്കണം. എ നോട്ട് പറയുമ്പോൾ 1 by 2 pi ഇൻ്റഗ്രൽ ഇവിടെ തുടങ്ങണേ മൈനസ് പൈ ബൈ 2 മുതലാണ് തുടങ്ങിയിട്ട് 3 pi by 2 വരെയാണ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇനി ഈ ഇൻ്റഗ്രേഷനെയാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്. അപ്പം എങ്ങനെ? ഈക്വൽ ടു 1 by 2 pi മൈനസ് പൈ ബൈ 2 മുതൽ പ്ലസ് പൈ ബൈ 2 വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 pi by 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. എന്ത് ചെയ്യാം? ഫസ്റ്റ് ഈ ലിമിറ്റ് സെലക്ട് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും? ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2 എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ വരുന്നത്? മൈനസ് പൈ ബൈ 2 മുതൽ പ്ലസ് പൈ ബൈ 2. എഫ് ഓഫ് എക്സ് ഏതാണ്? എക്സ് ആണ്. ഡി എക്സ്. എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ 2 വരും. അപ്പോൾ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഇനി വാല്യൂ കൊടുക്കുമ്പോൾ 1 by 2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് പൈ ബൈ 2 ടു പ്ലസ് പൈ ബൈ 2. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരും? പൈ ബൈ 2 ഹോൾ സ്ക്വയർ മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ മൈനസ് പൈ ബൈ 2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1 by 2 പൈ ബൈ 4 അല്ലെ? പൈ സ്ക്വയർ ബൈ 4. ഇവിടെ എന്താവും? മൈനസ് പൈ സ്ക്വയർ ബൈ 4 അല്ലെ? രണ്ടും ഒരേ നമ്പർ ആയതുകൊണ്ട് 1 by 2 ഇൻറ്റു 0 ഈക്വൽ ടു 0. ഇനി അടുത്ത ടേം ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഇൻ്റഗ്രൽ പൈ ബൈ 2 ഇൻറ്റു 3 pi by 2 വരെ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ പൈ ബൈ 2 3 pi by 2 അല്ലെ? എഫ് ഓഫ് എക്സ് ഇവിടെ പറയുന്നത് എന്താണ്? പൈ മൈനസ് എക്സ് ഡി എക്സ് ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ പൈ മൈനസ് എക്സ് ആണ്. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? സ്പ്ലിറ്റ് വേണമെങ്കിൽ നടത്താം. എങ്ങനെ വരും? ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 pi by 2 അല്ലെ? ഫസ്റ്റ് പൈ ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 pi by 2 എക്സ് ഡി എക്സ്. ഇനി ഈക്വൽ ടു എന്ത് വരും? പൈ ഔട്ട് സൈഡ് എടുക്കുക. എന്താവും? പൈ ബൈ 2 ടു 3 pi by 2 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 pi by 2 എക്സ് ഡി എക്സ്. ഇനി ഇൻ്റഗ്രേഷൻ കൊടുക്കുമ്പോൾ എന്താവും?
ഇനി അപ്പോൾ ഇവിടെ അല്ല എക്സ് അപ്പോൾ പൈ ബൈ ടു ടു 3 പൈ ബൈ ടു മൈനസ് എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ ടു അപ്പോൾ എന്തായി 3 പൈ ബൈ ടു വരും. ഇനി ഈ 1/2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്താവും പൈ ഇൻറ്റു ഫസ്റ്റ് ഇത് എടുത്തത് എക്സ് റേസ് ടു പൈ ബൈ ടു ടു 3 പൈ ബൈ ടു മൈനസ് 1/2 ഇൻറ്റു എക്സ് സ്ക്വയർ പൈ ബൈ ടു 3 പൈ ബൈ ടു. ഇനി ഈക്വൽ ടു അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും 3 പൈ ബൈ ടു മൈനസ് പൈ ബൈ ടു. അടുത്ത 1/2. ഇനി 3 പൈ ബൈ ടു ഹോൾ സ്ക്വയർ മൈനസ് പൈ ബൈ ടു ഹോൾ സ്ക്വയർ. ഇനി ഈക്വൽ ടു പൈ ഇൻറ്റു അല്ലേ 3 പൈ എന്നൊരു പൈ സബ്ട്രാക്ട് ചെയ്താൽ 2 പൈ ബൈ 2 ആയി. ഇനി മൈനസ് 1/2 ഇത് അല്ലേ 3 സ്ക്വയർ 9 പൈ സ്ക്വയർ ബൈ 4 മൈനസ് പൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു പൈ ഇൻറ്റു 2 വെട്ടിപ്പോയാൽ പൈ കിട്ടി മൈനസ് 1/2. 9 പൈ സ്ക്വയറിൽ നിന്ന് 1 പൈ സ്ക്വയർ സബ്ട്രാക്ട് ചെയ്താൽ 8 പൈ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു ഇവിടെ എന്തായി പൈ സ്ക്വയർ ആയി മൈനസ് 1/2 ഇൻറ്റു അല്ല ഈ 4 നെഗറ്റീവായി 2 ആയി. അപ്പോൾ 2 പൈ സ്ക്വയർ ഈ 2 ഇൻറ്റു വെട്ടിപ്പോയി ബാക്കി എന്തായി പൈ സ്ക്വയർ മൈനസ് പൈ സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ എന്ത് കിട്ടി എ നോട്ട് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു ഇൻറ്റഗ്രൽ പൈ ബൈ ടു ടു 3 പൈ ബൈ ടു അല്ല മൈനസ് പൈ ബൈ ടു ടു 3 പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2 പൈ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് പൈ ബൈ ടു ടു 3 പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 1/2 പൈ ഇൻറ്റു ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ വാല്യൂ 0 ആണ് പ്ലസ് ഇതിൻ്റെ ഇൻറ്റഗ്രേഷൻ വാല്യൂ 0 ആണ്. അപ്പോൾ എന്തായി 1/2 പൈ ഇൻറ്റു 0 ഈക്വൽ ടു എന്തായി 0 ആയി. ഇനി അടുത്ത ഏതാണ് നമ്മൾ പറഞ്ഞത് എ എൻ കണ്ടുപിടിക്കാം. എ എൻ ഈക്വൽ ടു 1/π ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു 3 പൈ ബൈ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു cos nx dx ഈക്വൽ ടു 1/π സ്പ്ലിറ്റ് ചെയ്യുക ഇൻറ്റഗ്രേഷനെ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് ഇൻറ്റഗ്രൽ പൈ ബൈ ടു ടു 3 പൈ ബൈ ടു എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇതൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കാണാം. ആദ്യം എന്തെടുക്കുകയാണ് ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്കറിയാം എന്താണ് എക്സ് ആണ്. അപ്പോൾ പൈ ബൈ ടു എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. നമുക്കറിയാം ഇൻറ്റഗ്രൽ എന്താണ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സിൻ്റെ വാല്യൂ അറിയാം അല്ലേ, നമ്മൾ കുറേ മുമ്പ് ചെയ്ത് തുടങ്ങിയതാണ് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യനും രണ്ടാമത്തെ ക്വസ്റ്റ്യനൊക്കെ തന്നെയായിരുന്നു ചെയ്തത്. എന്തായിരുന്നു ഇക്വേഷന് കിട്ടിയത് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ. എന്ത് ചെയ്യുക ഇതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുക മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പോൾ എന്താവും ലിമിറ്റ് എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ബൈ എൻ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ മൈനസ് പൈ ബൈ ടു ടു പൈ ബൈ ടു. ഇനി എന്ത് ചെയ്യുക അപ്പർ ലിമിറ്റ് കൊടുക്കുക അതുപോലെ ലോവർ ലിമിറ്റ്. അപ്പോൾ ഞാൻ ആദ്യം 1/n ഔട്ട് സൈഡ് എടുത്തു എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ എന്താവും എക്സിൻ്റെ സ്ഥാനത്ത് പൈ ബൈ ടു മൈ ഇൻറ്റു സൈൻ എൻ പൈ ബൈ ടു ഈ മൈനസ് ഓഫ് എന്ത് വരും പൈ ബൈ ടു. ഈ പൈ ബൈ ടുവിൻ്റെ മൈനസ് ആണ് ഇൻറ്റു സൈൻ എൻ മൈനസ് പൈ ബൈ ടു പ്ലസ് അടുത്ത് ഈ 1/n സ്ക്വയർ പുറത്തേക്ക് എടുത്തു ബാക്കി എന്ത് വരും കോസ് എൻ
pi by 2 minus cos n minus pi by 2. ഇനി ഇവിടെ നോക്കുക, ഈക്വൽ ടു 1 by n pi by 2 sin n pi by 2. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി, പിന്നെ അപ്പോൾ പ്ലസ് പൈ ബൈ 2. ഇതാ സൈൻ ഓഫ് അല്ലെ, സൈൻ ഓഫ് മൈനസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ പൈ ആണ്. ഇവിടെ ഒരു മൈനസ് വരും, മൈനസ് സൈൻ എൻ പൈ ബൈ 2 വരും, പ്ലസ് 1 by n സ്ക്വയർ കോസ് എൻ പൈ ബൈ 2. ഇത് കോസ് ഈവൻ ഫംഗ്ഷൻ ആണ്, അതേ ഫംഗ്ഷൻ തന്നെയാണ്, കോസ് എൻ പൈ ബൈ 2 ഈക്വൽ ടു 1 by n പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2 അല്ലെ, മൈനസ് ഉണ്ട്, അപ്പൊ മൈനസ് പൈ ബൈ 2 സൈൻ എൻ പൈ ബൈ 2. ഇനി അടുത്ത് 1 by n സ്ക്വയർ കോസ് എൻ പൈ ബൈ 2 മൈനസ് കോസ് എൻ പൈ ബൈ 2 ഈക്വൽ ടു എന്തായി 1 by n അല്ലെ, ഇത് പ്ലസ് മൈനസ് ആണ്, 0 ആയി, പ്ലസ് 1 by n സ്ക്വയർ ഇതെന്തായി പ്ലസും മൈനസ് ആണ്, എന്തായി അതും സബ്ട്രാക്ട് ചെയ്താൽ 0 കിട്ടി. അപ്പോൾ ഇത് മൊത്തം എന്ത് കിട്ടി, 0 കിട്ടി. ഇനി അടുത്തത് ഇന്റഗ്രൽ എന്താണ്, പൈ ബൈ 2 ടു 3 പൈ ബൈ 2 എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് അതാണ് പൈ മൈനസ് എക്സ് ആണ്. പൈ ബൈ 2 പൈ മൈനസ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ്. അപ്പം അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇൻ്റഗ്രൽ പൈ ബൈ 2 എന്തേലും 3 പൈ ബൈ 2 പൈ ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് പ്ലസ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 3 പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് അല്ലേ. അപ്പോൾ ഇതിലെ പൈനെ ഔട്ട് സൈഡ് എടുത്ത് കഴിഞ്ഞാൽ പൈ ഇൻറ്റു ഇൻ്റഗ്രൽ പൈ ബൈ 2 3 പൈ ബൈ 2 എന്താവും കോസ് എൻ എക്സ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ പൈ ബൈ 2 3 പൈ ബൈ 2 എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ഈക്വൽ ടു പൈ ഇൻറ്റു ഇൻ്റഗ്രൽ കോസ് എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സൈൻ എൻ എക്സ് ബൈ എൻ, ലിമിറ്റ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇനി അടുത്ത് നമുക്കറിയാം എന്താണ് അല്ലെ, ഇൻ്റഗ്രൽ അല്ലെ പൈ ബൈ 2 മുതൽ 3 പൈ ബൈ 2 എന്താണ് എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സ് ആണ് അല്ലെ. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് ഡി എക്സിന് ഇൻ്റഗ്രേഷൻ എന്താണ് വരുന്നത്, എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പ്ലസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ ആണ്. അത് ഇവിടെ ഇട്ട് കൊടുക്കുക, എന്നിട്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താവും ഇതിന് മുകളിലത്തത് ഇൻ്റഗ്രൽ പൈ ബൈ 2 ടു 3 പൈ ബൈ 2 അല്ലെ എഫ് ഓഫ് എക്സ് കോസ് എൻ എക്സ് ഡി എക്സ് എന്ന് പറയുന്നത് വാല്യൂ വരുമ്പോൾ പൈ ഇൻറ്റു അല്ലെ സൈൻ എൻ എക്സ് ബൈ എൻ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. എന്നിട്ട് ഇതിൻ്റെ ഇൻ്റഗ്രേഷൻ വാല്യൂ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ഓഫ് എക്സ് സൈൻ എൻ എക്സ് ബൈ എൻ പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഈ മൈനസ് അല്ല അങ്ങോട്ട് കുടിക്കുമ്പോൾ മൈനസ് കോസ് എൻ എക്സ് ബൈ എൻ സ്ക്വയർ എന്തായി പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ആദ്യം അതിന് എന്നിന് ഔട്ട് സൈഡ് എടുക്കുക. എന്താ പൈ ബൈ എൻ എന്താവും സൈൻ എൻ എക്സ് പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഞാൻ അടുത്തത് എന്നിന് ഔട്ട് സൈഡ് 1 ബൈ എൻ ഇൻറ്റു എക്സ് ഇൻറ്റു സൈൻ എൻ എക്സ് ഇൻറ്റു പൈ ബൈ 2 ടു 3 പൈ ബൈ 2. അടുത്തത് എൻ സ്ക്വയറിന് ഔട്ട് സൈഡ് എടുക്കുമ്പോൾ എന്താവും കോസ് എൻ എക്സ് ഇൻറ്റു പൈ ബൈ 2 ടു 3 പൈ ബൈ 2. ഇനി വാല്യൂസ് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും സൈൻ
3n pi by 2 minus lower limit sin n pi by 2. ഇനി അടുത്ത ലിമിറ്റ് എടുക്കുമ്പോൾ 1/n 3 pi by 2 into sin 3n pi by 2 minus pi by 2 into sin n pi by 2 plus 1/n square cos 3n pi by 2 minus cos n pi by 2. ഇവിടെ sin 3n pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് sin n pi by 2 ആണ്. അപ്പോൾ രണ്ടും തുല്യമാണെന്ന് അറിയണത്. അതേപോലെ cos 3n pi by 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ് cos n pi by 2 ആയി ഈക്വൽ ആണ്. അപ്പോൾ ഇതിനെങ്ങനെ മാറ്റി എഴുതാം നമുക്ക് അല്ലെ മൈനസ് sin n pi by 2 ആക്കി മാറ്റി എഴുതാം. ഇനി ഇവിടെയും അല്ലെ sin 3n by 2 പറയുമ്പോൾ മൈനസ് sin n pi by 2 ആക്കി മാറ്റി എഴുതാം. ഇനി ഇതിനെങ്ങനെ എഴുതാം cos 3n pi by 2 നെ cos n pi by 2 ആക്കി മാറ്റി എഴുതാം. ഈക്വൽ ടു pi by n minus sin n pi by 2 minus sin n pi by 2. ഇനി രണ്ടാമത്തിൽ മാറ്റിയത് 1/n അല്ലെ 3 pi by 2 into minus sin n pi by 2 minus pi by 2 sin n pi by 2 ഇനി plus 1/n square into cos n pi by 2 minus cos n pi by 2. ഇവിടെ രണ്ടും ക്യാൻസൽ ആയി പോകും. ഇനി ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും pi by n into minus 2 into sin n pi by 2 ഇനി മൈനസ് 1/n into അല്ലെ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തായി അല്ലെ 3 pi by 2 plus pi by 2 equal to 4 pi by 2 പറഞ്ഞാൽ 2 pi. അപ്പോൾ 2 pi into അല്ല ഒരു മൈനസ് ഉണ്ടാവും മൈനസ് 2 pi into sin n pi by 2 plus 1/n square into 0 equal to minus 2 pi by n sin n pi by 2. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആയി 2 pi by n sin n pi by 2 അല്ലെ പ്ലസും മൈനസും വാല്യൂ എന്തായി 0 ആയി. ഇനി അങ്ങനെ അപ്പോൾ അവസാനമായിട്ട് എന്ത് ചെയ്താൽ നമുക്ക് an equal to 1/pi integral minus pi by 2 to 3 pi by 2 f of x into cos nx dx equal to 1/pi minus pi by 2 to pi by 2 f of x into cos nx dx plus integral pi by 2 to 3 pi by 2 f of x cos nx dx. അപ്പോൾ ഈ രണ്ടിൻ്റെയും വാല്യൂ എന്താണ് ഇതിൻ്റെയും വാല്യൂ കണ്ടെത്തിയപ്പോൾ 0 കിട്ടി. ഇപ്പോൾ മുമ്പ് കണ്ടെത്തിയാലും അതിൻ്റെയും വാല്യൂ 0 കിട്ടി. അപ്പോൾ ഈക്വൽ ടു 1/pi into 0 equal to 0. അപ്പോൾ എൻ്റെയും വാല്യൂ എന്ത് കിട്ടി 0 എന്ന് കിട്ടി. അടുത്ത bn equal to 1/pi integral minus pi by 2 to 3 pi by 2 f of x into sin nx dx. എന്ത് ചെയ്യുക അല്ല ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുക മൈനസ് pi by 2 to plus pi by 2 f of x into sin nx dx plus integral pi by 2 to 3 pi by 2 f of x sin nx dx. ആദ്യം ഈ ഇൻ്റഗ്രേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് pi by 2 to pi by 2 f of x sin nx dx. ഇവിടെ f of xന്റെ വാല്യൂ എന്താണ് x ആണ്. അപ്പോൾ മൈനസ് pi by 2 to pi by 2 x into sin nx dx. നമുക്കറിയാം അല്ല x ഇൻ്റഗ്രൽ sin
എക്സ് ഇൻറ്റു സൈൻ എൻ എക്സിൻ്റെ വാല്യൂ അറിയാം. എന്തായിരുന്നു വാല്യൂ? മൈനസ് എക്സ് കോസ് എൻ എക്സ് ബൈ എൻ പ്ലസ് 1/n² ഇൻറ്റു സൈൻ എൻ എക്സ് ആയിരുന്നു. ഇതിന് എന്ത് ചെയ്യുക? ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പം -π/2 ടു പ്ലസ് π/2. അതേപോലെ ഇവിടെ n/n1/n² കോൺസ്റ്റൻ്റ് ആണ്, പുറത്തെടുത്താൽ മതി. -π/2 ടു π/2. ഇവിടെ -1ഉം n പുറത്ത് എഴുതിയിട്ട് ശേഷം എന്ത് ചെയ്യുക? പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? അപ്പോൾ ഞാൻ ആദ്യം -1/n ഔട്ട്സൈഡ് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു കോസ് എൻ എക്സ് -π/2 ടു പ്ലസ് π/2 പ്ലസ് 1/n² ഇൻറ്റു സൈൻ എൻ എക്സ് -π/2 ടു പ്ലസ് π/2. ഫസ്റ്റ് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്ത് വരും? π/2 കോസ് എൻ π/2 മൈനസ് പിന്നെ എക്സിന് ഒരു -π/2 ഇൻറ്റു കോസ് n ഇൻറ്റു -π/2 പ്ലസ് 1/n² സൈൻ n π/2 മൈനസ് സൈൻ n ഓഫ് -π/2. നമുക്കറിയാം കോസ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് എക്സ് ആണ്. അതേ സ്ഥാനത്ത് സൈൻ ഓഫ് -x എന്ന് പറഞ്ഞാൽ മൈനസ് സൈൻ എക്സ് ആണ്. അപ്പോൾ ഇവിടെ അല്ല പ്ലസ് തന്നെ വരിക, പക്ഷെ ഇവിടെ നെഗറ്റീവ് പുറത്തോട്ട് ഇവിടെ പ്ലസ് ആയി മാറും. അപ്പോൾ ഈക്വൽ ടു -1/n π/2 കോസ് n π/2, ഈ മൈനസ് പ്ലസ് ആയി π/2 കോസ് n π/2 ഇനി പ്ലസ് 1/n² സൈൻ n π/2 പ്ലസ് സൈൻ n π/2. ഇനി ഇവിടെ നോക്കുക, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? -1/n പൈ അല്ലെ, ഹാഫ് പ്ലസ് ഹാഫ് എന്ന് പറയുമ്പോൾ 1 ആണ്. അപ്പോൾ പൈ കോസ് n π/2 പ്ലസ് 1/n² ഇൻറ്റു 2 സൈൻ n π/2. അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് ഇൻ്റഗ്രൽ -π/2 ടു പ്ലസ് π/2 f of x sin x കിട്ടി. ഇൻ്റഗ്രൽ π/2 ടു 3π/2 f of x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം f of xൻ്റെ വാല്യൂ π - x ആണ്. അപ്പോൾ അത് റീപ്ലേസ് ചെയ്യാം. π/2 ടു 3π/2 π - x ഇൻറ്റു സൈൻ nx dx. ഇനി ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? ഇൻ്റഗ്രൽ π/2 ടു 3π/2 പൈ ഇൻറ്റു സൈൻ nx dx മൈനസ് ഇൻ്റഗ്രൽ π/2 ടു 3π/2 x ഇൻറ്റു സൈൻ nx dx. ഇനി ഇവിടെ പൈ കോൺസ്റ്റൻ്റ് ഔട്ട്സൈഡ് എടുത്തു. π/2 ടു 3π/2 സൈൻ nx dx മൈനസ് ഇൻ്റഗ്രൽ π/2 ടു 3π/2 x ഇൻറ്റു സൈൻ nx dx. നമുക്കറിയാം എക്സ് ഇൻറ്റു സൈൻ എക്സ് അല്ല, എക്സ് ഇൻറ്റു സൈൻ nxൻ്റെ വാല്യൂ നമുക്കറിയാം. ഡയറക്റ്റ് ലിമിറ്റാണ് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ എന്താവും? സൈൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ മൈനസ് കോസ് nx ബൈ n ഇൻ്റഗ്രൽ π/2 ടു 3π/2 മൈനസ് ഇനി ഇതിന് ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് എക്സ് ഇൻറ്റു കോസ് nx ബൈ n അല്ലേ. അപ്പോൾ ഇത് പ്ലസ് π/2 ടു 3π/2. ഇനി ഈ മൈനസ് ഇങ്ങോട്ട് മൈനസ് തന്നെ വരും. അതായത് 1/n² ഇൻറ്റു സൈൻ nx π/2 ടു 3π/2. ഇവിടെ n ഉണ്ട്, അത് ഔട്ട് സൈഡ് അടിക്കുക. അപ്പോൾ എന്താ? -π/n കോസ് nx π/2 ടു 3π/2. ഇവിടെ എന്നിൻ്റെ പുറത്തേക്ക് അടിക്കുമ്പോൾ ഒരു മൈനസും പ്ലസ് ആയി. എക്സ് ഇൻറ്റു കോസ് nx π/2 ടു 3π/2 മൈനസ് 1/n² സൈൻ nx π/2 ടു
3π/2. ഇനി എന്ത് ചെയ്യാം, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പം എന്ത് വരും, ഈക്വൽ ടു -π/2 cos 3nπ/2 മൈനസ് cos nπ/2 പ്ലസ് 1/n ഇൻറ്റു 3π/2 cos 3nπ/2 minus π/2 cos nπ/2 minus 1/n square into sin 3nπ/2 minus sin nπ/2. നമുക്ക് അറിയാവുന്ന റിസൾട്ടുകൾ ഉണ്ടായിരുന്നു. കഴിഞ്ഞപ്പോൾ cos 3nπ/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും cos nπ/2 തുല്യമാണ്. അതേപോലെ sin 3nπ/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മൈനസ് sin nπ/2. അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ എന്താവും, ഈക്വൽ ടു -π/2 ഇൻറ്റു cos nπ/2 minus cos nπ/2 plus 1/n 3π/2 cos nπ/2 minus π/2 cos nπ/2 minus 1/n square into sin ആകുമ്പോൾ minus sin nπ/2 minus sin nπ/2. ഇനി ചെറുതാക്കുക. അപ്പോൾ എന്താ, ഈക്വൽ ടു എന്ത് വരും, -π/n ഇൻറ്റു അവിടെ ചെറുതാക്കുമ്പോൾ എന്താവും 0 അല്ല, കണ്ട് ക്യാൻസൽ ആയി, പ്ലസ് 1/n. ഇവിടെ നോക്കുക എന്താണ്, 3π/2 മൈനസ് π/2 ആണ്. സബ്ട്രാക്ട് ചെയ്യും എന്താവും, 2π/2 ഈക്വൽ ടു π കിട്ടും. അപ്പോൾ π ഇൻറ്റു cos nπ/2 minus 1/n square into minus 2 into sin nπ/2. ഈ ടേം 0 ആയിപ്പോയി. 1π/n cos nπ/2 മൈനസ് മൈനസ് പ്ലസ് 2/n square into sin nπ/2 കിട്ടും. bn equal to 1/π integral -π/2 3π/2 f of x into sin nx dx. ഇതിനെങ്ങനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നത്, 1/π അല്ലേ, ഇൻ്റഗ്രൽ -π/2 to π/2 f of x into sin nx dx plus integral π/2 to 3π/2 f of x sin nx dx. ഇനി ഓരോന്നിൻ്റെയും വാല്യൂ എടുത്തത്. അപ്പോൾ എന്താ, ഈക്വൽ ടു 1/π -π/n cos nπ/2 plus 2/n square sin nπ/2 plus π/n cos nπ/2 plus 2/n square sin nπ/2. ഇവിടെ നോക്കുക, ഇവിടെ ഒരു മൈനസ് π/n cos nπ/2 ഉണ്ട്. ഇവിടെ പ്ലസ് π/n cos nπ/2. രണ്ടും ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, 1/π 2/n square sin nπ/2 plus 2/n square sin nπ/2 കിട്ടും. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്തുവരും, 1/π ഇൻറ്റു 4/n square ഇൻറ്റു sin nπ/2. അപ്പോൾ ഇതാണ് നമ്മളെ bn എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യാം, ഫോറിയർ സീരീസിൻ്റെ എക്സ്പാൻഷൻ ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ f of x ഈക്വൽ ടു a0 പ്ലസ് summation n equal to 1 to infinity an cos nx plus bn sin nx. ഇനി a0ൻ്റെ വാല്യൂ 0 പ്ലസ്
സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി അല്ലേ a-ൻ്റെയും വാല്യൂ 0 ആണ് കോസ് nx പ്ലസ് ബി ൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടി നമുക്ക് 4/n² പൈ സൈൻ n പൈ ബൈ 2 പിന്നെ ഇവിടെ ഒരു സൈൻ nx കൂടി ഉണ്ട്. ഇനി എന്ത് ചെയ്യാം ഇതിൽ 4 അല്ല ഇതൊക്കെ 0 ആയിപ്പോൾ ഇപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി 4/n² പൈ സൈൻ n പൈ ബൈ 2 ഇൻറ്റു സൈൻ nx. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ചെയ്ത് നോക്കുക. ഇനി അടുത്ത സെക്ഷനായ ഈവൺ ഓഡ് ഫംഗ്ഷൻ ആണ്. ഫസ്റ്റ് എന്താണ് ഈവൺ ഫംഗ്ഷൻ നോക്കുകയാണ്. അപ്പോൾ എന്താണ് f ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു f ഓഫ് എക്സ് ആണെങ്കിലാണ് നമ്മൾ പറയുന്ന ഫംഗ്ഷനാണ് എന്താണ് ഈവൺ ഫംഗ്ഷൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ f ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എന്ത് ചെയ്യുക, ഈ എക്സിന്റെ സ്ഥാനത്ത് അല്ല എഫ് ഓഫ് എക്സിന്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാൻ പറഞ്ഞാൽ മൈനസ് എക്സ് കൊടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെ കൊടുക്കുമ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് അല്ലേ. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണെന്നാണ് എക്സ് സ്ക്വയർ ആണ്. അപ്പം എന്ത് വരും മൈനസ് എക്സ് ഹോൾ സ്ക്വയർ എന്ത് വന്നു എക്സ് സ്ക്വയർ. ഇത് തന്നെയല്ലേ നമ്മൾ പറയുന്നത് എഫ് ഓഫ് എക്സ്. അപ്പം ഇത് ഈവൺ ഫംഗ്ഷൻ ആണ്. ഇനി അടുത്തത് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ. എന്ത് പറയുന്നത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക എഫ് ഓഫ് എക്സിന് സ്ഥാനത്ത് എക്സ് മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എക്സ് സ്ഥാനത്ത് മൈനസ് നോക്കുമ്പോൾ മൈനസ് എക്സ് ഇതിനെങ്ങനെ എഴുതാ ഈക്വൽ ടു -1 ഇൻറ്റു എക്സ് അല്ലേ. അപ്പോൾ എന്താ -1 ഇൻറ്റു ഈ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് എഫ് ഓഫ് എക്സ് ആണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താ മൈനസ് എഫ് ഓഫ് എക്സ് ആക്കി എഴുതാം. അപ്പോൾ ഇതെന്ത് പറയുന്നത് ഓഡ് ഫംഗ്ഷൻ. എക്സാമിൻ വെദർ എക്സ് ഇൻറ്റു മോഡ് എക്സ് ഈസ് ഓഡ് ഈവൺ ഓർ നൈദർ ഓഡ് ഓർ ഈവൺ. ചോദിച്ചത് എന്താണ് ഈ ഓഡ് ആണോ ഈവൺ ആണോ നോക്കാം. അപ്പോൾ എന്ത് ചെയ്യുക തന്ന ഫംഗ്ഷൻ അത് എടുത്ത് ചെയ്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു മോഡ് എക്സ്. എന്നിട്ട് എന്ത് ചെയ്യാം എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എക്സ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്താവും എക്സ് ഇൻറ്റു മൈനസ് എക്സ്. നമുക്കറിയാം മോഡ് എന്താണ് ഓൾവേസ് എന്താണ് പോസിറ്റീവ് ആണ്. അപ്പോൾ എക്സിൻ്റെ മോഡ് ഇതെങ്ങനെ ഇതാ എക്സ് ഇൻറ്റു അല്ല ഇത്രയും ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്ത് കിട്ടി എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടി. അപ്പോൾ ഇത് ഫംഗ്ഷൻ എന്താണ് ഓഡ് ഫംഗ്ഷൻ ആണെന്ന് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എക്സാമിൻ വെദർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ക്യൂബ് ഈസ് ഓഡ് ഓർ ഈവൺ. അപ്പോൾ എന്ത് ചെയ്യാം നേരത്തെ ചെയ്ത പോലെ എക്സ് എന്ന സ്ഥാനത്ത് എന്ത് കൊടുക്കുക മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഇവിടെ എന്താണ് മോഡ് എക്സ് ക്യൂബ് ആണ്. അപ്പോൾ എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എക്സ് കൊടുക്കുമ്പോൾ മോഡ് ഓഫ് മൈനസ് എക്സ് ഹോൾ ക്യൂബ് അല്ലേ. അപ്പോൾ എന്താവും മൈനസ് എക്സ് ക്യൂബ്. ഈ മോഡിനെ പുറത്തൊക്കെ ആടുമ്പോൾ എന്താവും അല്ലേ മോഡ് എക്സ് ക്യൂബ് തന്നെയാണ്. അപ്പോൾ ഇതെന്ത് കിട്ടി ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ എന്താവും എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഫംഗ്ഷനെ പറഞ്ഞ പേരാണ് ഈവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എക്സാമിൻ വെദർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് എക്സ് സ്ക്വയർ അല്ല ഈ ഓഡാണോ അല്ലെങ്കിൽ നൈദർ ഓഡ് ഓർ ഈവൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം ഇതേപോലെ എക്സിന് എന്ത് കൊടുക്കാം മൈനസ് എക്സ് കൊടുക്കാം. ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് എന്ന് വരും എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എക്സ് പ്ലസ് മൈനസ് എക്സ് ഹോൾ സ്ക്വയർ മൈനസ് എക്സ് പ്ലസ് എക്സ് സ്ക്വയർ. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു എഫ് ഓഫ് എക്സ് ആക്കി എഴുതാൻ കഴിയില്ല. കാരണം എന്താ എഫ് ഓഫ് എക്സ് എഴുതാൻ പറ്റണമെങ്കിൽ എന്താ ഇവിടെ ഒരു മൈനസ് വന്നു. അപ്പോൾ ഇത് എങ്ങനെ ഇതൊരു ഈവൺ അല്ല ഓഡും അല്ല. അപ്പം ഈവൺ എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷനാണ് അല്ലേ നൈദർ എന്താണ് ഓഡ് ഓർ ഈവൺ ഫംഗ്ഷൻ ആണ്. മനസ്സിലായല്ലോ എങ്ങനെയാണ് ഈവൺ ഓഡ് ഫംഗ്ഷൻ നൈദർ ആയത്. ഈ എഫ് ഓഫ് എക്സ് ആക്കി എഴുതാൻ പറ്റാത്ത ഇതിനെയാണ് നമ്മൾ പറഞ്ഞത് എന്താണ് മൈനസ് എഫ് ഓഫ് എക്സ് ആക്കിയിട്ടോ അല്ലെങ്കിൽ വെറും അല്ല പോസിറ്റീവ് എഫ് ഓഫ് എക്സ് ആക്കി എഴുതാൻ പറ്റാത്ത ഫംഗ്ഷനാണ് നൈദർ ഈവൺ ഓർ ഓഡ് എന്ന് പറയുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് കോസ് എക്സ് എന്ത് ഫംഗ്ഷനാണ് കുറച്ച് നേരത്തെ പ്രോബ്ലം ചെയ്ത് പറഞ്ഞിരുന്നു ഇത് ഈവൺ ഫംഗ്ഷൻ. എന്താ ചെയ്യുക ഇതിനെന്ത് ചെയ്യുക ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ആക്കി എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ എന്താ കോസ് ഓഫ് മൈനസ് എക്സ്. കോസ് ഓഫ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താ കോസ് എക്സ് ആണ്. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷനാണ് ഈവൺ ഫംഗ്ഷൻ ആണ്. ഇനി സൈൻ എക്സ് എന്ത് ചെയ്യുക ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ എക്സ് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക എക്സിന്റെ സ്ഥാനത്ത് മൈനസ് എക്സ് കൊടുക്കുക. അപ്പോൾ എന്താ സൈൻ ഓഫ് മൈനസ് എക്സ്. അപ്പോൾ എന്താവും
മൈനസ് ഓഫ് സൈൻ എക്സ് ആണ് മൈനസ് സൈൻ എക്സ് ആണ്. ദാറ്റ് ഈസ് ഓഡ് ഫംഗ്ഷൻ അല്ലേ. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും അല്ലേ? എഫ് ഓഫ് എക്സ് ആക്കി തന്ന ഫംഗ്ഷൻ ഇതിനെങ്ങനെ എഴുതാം? മൈനസ് എഫ് ഓഫ് എക്സ് ആക്കി. അപ്പോൾ ഓഡ് ഫംഗ്ഷൻ. ഇതെങ്ങനെ ലെറ്റ് എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു കോസ് എക്സ് ആക്കി. അപ്പോൾ എഫ് ഓഫ് മൈനസ് എക്സ് ആക്കി എടുക്കുമ്പോൾ എന്താവും? മൈനസ് എക്സ് ഇൻറ്റു കോസ് ഓഫ് മൈനസ് എക്സ് എന്താവും? മൈനസ് എക്സ് ഇൻറ്റു കോസ് എക്സ്. ഇതിനെങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് എഫ് ഓഫ് എക്സ് ആക്കി എഴുതി കൂടെ. ഈ ടേമിന് മൊത്തം നമുക്ക് എഫ് ഓഫ് എക്സ് ആണ്. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷനായി? ഓഡ് ഫംഗ്ഷനായി. ഇനി എക്സ് ഇൻറ്റു സൈൻ എക്സ്. അപ്പോൾ എന്ത് ചെയ്യുക? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇൻറ്റു സൈൻ എക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ചെയ്യുക എഫ് ഓഫ് മൈനസ് എക്സ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താ? മൈനസ് എക്സ് ഇൻറ്റു സൈൻ ഓഫ് മൈനസ് എക്സ് എന്ത് ചെയ്യും? മൈനസ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് അല്ലേ. സൈൻ മൈനസ് മൈനസ് ഈ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് എസ് ഇൻറ്റു സൈൻ എക്സ് ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് എന്ത് ഫംഗ്ഷനാണ്? ഇത് ഈവൺ ഫംഗ്ഷനാണ്. എന്താ പറയുന്നത് വെച്ചാൽ ഈവൺ ആൻഡ് ഓഡ് ഫംഗ്ഷൻ ഈ ഇൻ്റഗ്രൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇൻ്റഗ്രലിനകത്ത് ഈവൺ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആയിരിക്കും. ഇനി ഓഡ് ആണെങ്കിൽ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് 0. അടുത്ത ടോപ്പിക്ക് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ. അപ്പോൾ ഇത്ര ഡെഫിനേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഇവിടെ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് എന്തായിരുന്നു? ഇതിന്റെ ലെങ്ത് ഇന്റർവെല്ലിലെ ലെങ്ത് പറഞ്ഞാൽ 2π ആയിരുന്നു. ഈ 2π അല്ലാത്ത എല്ലാ ഫംഗ്ഷനും എന്ത് നമ്മൾ ഉപയോഗിക്കുന്നത്? ഹാഫ് റേഞ്ച് എക്സ്പാൻഷനിലെ ഇക്വേഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 0 ടു എക്സ് ലെസ് ദാൻ 2 ഒക്കെ ആണെങ്കിൽ ഇതിന്റെ ലെങ്ത് എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ. 1 to 2 ഒക്കെ ആണെങ്കിലും ഇതെന്താണ് ഉപയോഗിക്കുന്നത്? ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ആണ്. ഇവിടെ കോൺസ്റ്റന്റ് ഒക്കെ വരുമ്പോഴാണ് ഒക്കെ ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. ചില കേസിൽ ഇങ്ങനെയും വരാറുണ്ട്. എക്സ് അല്ല 0 ടു എക്സ് ലെസ് ദാൻ പൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ഇതിന് ടോട്ടൽ ലെങ്ത് എത്രയാണ്? പൈ മൈനസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈ ആണ്. അപ്പോഴും ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ആണ് ഇക്വേഷന് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഓർക്കുക, നമ്മൾ ആദ്യം പഠിച്ച ഊളർ ഫോർമുല ഫോർ ഫൊറിയർ സീരീസ് എന്ന് പറയുന്നെങ്കിൽ എന്താണ്? അതിന്റെ ലെങ്ത് 2π ആയിരിക്കണം. അല്ലാത്ത എല്ലാ പ്രോബ്ലത്തിനും എന്ത് ഉപയോഗിക്കുക? ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ഉപയോഗിക്കുക. ഇതിനകത്ത് നമ്മളെ കൊസൈൻ സീരീസും സൈൻ സീരീസും പറയാറുണ്ട്. ഇവിടെ നോക്കുക, സൈൻ സീരീസ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈൻ ടേമുകൾ ഉൾപ്പെടും. ഏതൊക്കെയാണ്? bn അവിടെ സൈൻ വരുന്നുണ്ട്, അതുപോലെ ഇവിടെയും സൈനാണ്. അപ്പൊ ഇതിനൊക്കെയാണ് സൈൻ സീരീസ് എന്ന് പറയുന്നത്. ഈ കൊസൈൻ സീരീസ് എന്ന് പറഞ്ഞാൽ കോസ് ടേമുകൾ. കോസ് ടേം പറഞ്ഞാൽ ഇത് രണ്ടും എടുക്കുക, എ നോട്ട് എടുക്കുക, എ എൻ എടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് കോസ് സീരീസ്. അതൊന്ന് എഴുതി വെക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ സൈൻ സീരീസും കൊസൈൻ സീരീസും ഉള്ളത്. ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി ഫൊറിയർ സീരീസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഓൺ 0, L. ഇവിടെ നോക്കുക, ഞാൻ പറഞ്ഞു ലെങ്ത് 2π അല്ല. അപ്പോൾ എന്തുകൊണ്ട് എടുക്കാം? ഇത് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ ആക്കി ചെയ്യാം. അപ്പോൾ ആദ്യം ചെയ്യാൻ എന്താണ്? എ നോട്ട് കണ്ടുപിടിക്കുക. എ നോട്ട് ഈക്വൽ ടു 1/L ഇന്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ ഈ ലിമിറ്റ് L ആയതുകൊണ്ട് പിന്നെ ഇവിടെ സഫിഷ്യൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ പോവുക. അപ്പോൾ 1/L ഇന്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സിന്റെ വാല്യൂ 1 ആണല്ലോ, ഡി എക്സ്. ഇനി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും അല്ലെ? എക്സ് 0 ടു L. ഇനി അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും? L മൈനസ് 0. അപ്പോൾ എന്താവും? 1/L ഇൻറ്റു L. ദാറ്റ് ഈസ് L വെട്ടിപ്പോയാൽ ആൻസർ 1 കിട്ടും. ഇനി അടുത്തെന്താണ്? എ എൻ കണ്ടുപിടിക്കുക. അപ്പോൾ എന്താവും? ഇക്വേഷൻ എന്താ? 2/L ഇന്റഗ്രൽ 0 ടു L എഫ് ഓഫ് എക്സ് cos nπ/L എക്സ് ഡി എക്സ്. ഇനി ഇവിടെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ നമുക്ക് അറിയാം എന്താണ്? 1 ആണ്. അപ്പോൾ cos nπ/L എക്സ് ഡി എക്സ് ഈക്വൽ ടു 2/L ഇന്റഗ്രൽ 0 ടു L cos nπ/L എക്സ് ഡി എക്സ്. ഇനി ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ഈക്വൽ ടു 2/L ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെ, കോസിന് ഇന്റഗ്രേഷൻ സൈൻ എൻ സൈൻ ആണ്. ഇനി ഇവിടെ എന്തൊക്കെ? സൈൻ nπ/L എക്സ്. പിന്നെ ഈ ടേം ഡിനോമിനേറ്ററിലേക്ക് വരും ബൈ nπ/L ലിമിറ്റ് 0 ടു L. ഇത് നേരെ മേലോട്ട് മാറ്റുമ്പോൾ എന്ത് വരും? 2/L
ഫസ്റ്റ് എൽ വരും, താഴെ എൻ പൈ വരും. ഓക്കെ, എന്താവും സൈൻ എൻ പൈ ബൈ എൽ എക്സ് 0 to L. ഇനി എന്ത് ചെയ്യാം, ഇവിടുത്തെ എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്താവും 2/n പൈ. ഇനി എന്ത് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു 0 2/n പൈ. ഇവിടെ നോക്കുക, ഇവിടെ ഇവിടുത്തെ എല്ലും വെട്ടിപ്പോവും. ബാക്കി എന്താവും സൈൻ എൻ പൈ. ഇനി 0 ഇൻറ്റു ഈ ടേം ഗുണിക്കുമ്പോൾ 0 തന്നെയാണ്, സൈൻ 0. ഓർ നമുക്കറിയാം സൈൻ എൻ പൈ ആൾവേസ് 0 ആണ്. സൈൻ 0 എന്താണ് 0 ആണ്. അപ്പോൾ 2/n പൈ ഇൻറ്റു 0 മൈനസ് 0 വരുമ്പോൾ എന്താവും 2/n പൈ ഇൻറ്റു 0 എന്തായി 0. അപ്പോൾ എന്താ എൻ്റെ വാല്യൂ എന്ത് കിട്ടി 0 കിട്ടി. ഇനി അടുത്ത് എന്ത് ചെയ്യണം, നമ്മൾ bn കണ്ടുപിടിക്കണം. അപ്പോൾ bn ഈക്വൽ ടു 2/l ഇൻ്റഗ്രൽ 0 to L f of x സൈൻ n പൈ ബൈ എൽ എക്സ് ഡി എക്സ്. ഇനി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് 1 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് 1 എടുത്തു, സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ് ഈക്വൽ ടു 2/l 0 to L സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2/l സൈൻ ഇൻ്റഗ്രേഷൻ മൈനസ് കോസ് എൻ പൈ ബൈ എൽ എക്സ് ഡിവൈഡഡ് ബൈ ഈ എൻ പൈ എൽ ഡിനോമിനേറ്റർ വരുമ്പോൾ എൻ പൈ ബൈ എൽ ഡിനോമിനേറ്റർ. ഇപ്പോൾ ലിമിറ്റ് കൊടുക്കുക 0 മുതൽ L വരെ. എന്ത് ചെയ്യുക, ഇതിന് മേലോട്ട് കൊണ്ടുപോകുമ്പോൾ 2/l മൈനസ് എൽ ബൈ എൻ പൈ മൈനസ് ഉണ്ട് ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് 0 to L. അപ്പോൾ ഈ എല്ലും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എന്തുണ്ടാവും ഈക്വൽ ടു മൈനസ് 2/n പൈ. ഇതിൻ്റെ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ എന്താവും കോസ് എൻ പൈ ബൈ എൽ ഇൻറ്റു എൽ മൈനസ് കോസ് എൻ പൈ ബൈ എൽ ഇൻറ്റു 0. ഈ എല്ലും ഇവിടുത്തെ എല്ലും ക്യാൻസൽ ചെയ്യും. അപ്പോൾ മൈനസ് 2/n പൈ കോസ് എൻ പൈ മൈനസ് കോസ് 0. കോസ് 0 അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ആണ്. അപ്പോൾ മൈനസ് 2/n പൈ കോസ് എൻ പൈ മൈനസ് 1. അപ്പോൾ എന്ത് കിട്ടി, bn കിട്ടി. ഇനി നമുക്കറിയാം എന്താണ് എഫ് ഓഫ് ഫൊറിയർ സീരീസ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ്റെ ഇക്വേഷൻ അറിയാം. എന്താണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി an കോസ് എൻ പൈ ബൈ എൽ എക്സ് പ്ലസ് bn സൈൻ എൻ പൈ ബൈ എൽ എക്സ്. ഇനി എ നോട്ടിൻ്റെ വാല്യൂ 1 പ്ലസ് എൻ്റെ വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ 0 ഇൻറ്റു കോസ് എൻ പൈ ബൈ എൽ എക്സ് പ്ലസ് ബിൻ്റെ വാല്യൂ എന്താണ് മൈനസ് 2/n പൈ കോസ് എൻ പൈ മൈനസ് 1 ഇനി ഇവിടെ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ എക്സ് ഈക്വൽ ടു 1. ഇനി ഈ ടേം മൊത്തം 0. ഇപ്പം ഇനി ഒരു -2 ഔട്ട് സൈഡ് എടുത്തു, -2 പിന്നെ ഒരു പൈ ഉണ്ട്, പൈനും ഔട്ട് സൈഡ് എടുത്തു. ബാക്കി സമ്മേഷൻ n ഈക്വൽ ടു 1 to ഇൻഫിനിറ്റി കോസ് എൻ പൈ മൈനസ് 1 ബൈ എൻ ഇൻറ്റു സൈൻ എൻ പൈ ബൈ എൽ ഇൻറ്റു എക്സ്. ഫൈൻഡ് ദി ഫോറിയർ കൊസൈൻ സീരീസ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഓൺ 0,2. അപ്പോൾ ഇതെന്ത് ഇക്വേഷനാണ്, ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കേണ്ടി വരും. കാരണം എന്താ, ഇവിടുത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ് 0 to 2 ആണ്. അപ്പോൾ ഇവിടെ തന്ന ഈ 2 ആണ് നമ്മളെ L എന്ന് പറയുന്നത്. അപ്പോൾ ഹിയർ L ഈക്വൽ ടു എന്താണ് 2 ആണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ എ നോട്ട് എന്ത് വരും, ഇക്വേഷൻ 1/l ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് ഡി എക്സ്. എല്ലിൻ്റെ വാല്യൂ 2 ആണ്, 0 to 2
എഫ് ഓഫ് എക്സ് ആണ് എക്സ് ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും എക്സ് സ്ക്വയർ ബൈ 2 0 to 2. ഇനി 1/2 അല്ലെ, ഈ 2നെ ഔട്ട് സൈഡ് എടുത്തു ബൈ 2 എക്സ് സ്ക്വയർ 0 to 2. അപ്പോൾ എന്തായി 1/2 ഇൻറ്റു 1/2 1/4. ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താവും 2 സ്ക്വയർ മൈനസ് 0 ഈക്വൽ ടു 1/4 ഇൻറ്റു 4 മൈനസ് 0 ഈക്വൽ ടു 1/4 ഇൻറ്റു 4 എന്തായാലും 1 കിട്ടും. അപ്പോൾ എ നോട്ട് കിട്ടി. ഇനി അടുത്തെന്താണ് നമ്മൾ കാണാൻ പറഞ്ഞത്, എൻ കണ്ടുപിടിക്കണം. എ എൻ ഈക്വൽ ടു 2/L ഇൻ്റഗ്രൽ 0 to L എഫ് ഓഫ് എക്സ് കോസ് n പൈ ബൈ എൽ എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ നോക്കുക എല്ലിൻ്റെ വാല്യൂ അറിയാം, അത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഈക്വൽ ടു 2/2 ഇൻ്റഗ്രൽ 0 to 2 എഫ് ഓഫ് എക്സ് ആണ് എക്സ് കോസ് n പൈ ബൈ 2 എക്സ് ഡി എക്സ്. ഇനി 2/2 പറഞ്ഞ 1 ആണ്. ഇതിന് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് അല്ലേ, നമുക്കറിയാം, ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, അതിന് ഇതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യാണ്. ഇൻ്റഗ്രൽ എക്സ് ഇൻറ്റു കോസ് n പൈ ബൈ 2 എക്സ് ഡി എക്സ്. ഫസ്റ്റ് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് കോസ് n പൈ ബൈ 2 ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഡി ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ integral cos n pi by 2x dx into dx equal to x into cos n pi by 2 integral sin n pi by 2x divided by n pi by 2 minus integral dx d by dx of x ആണ് 1. അടുത്ത cos n pi by 2 into dx ചെയ്യുമ്പോൾ sin n pi by 2x by n pi by 2 dx. ഇനി ഇതിന് മേലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും 2 by n pi into x sin n pi by 2x. ഇനി ഇവിടെ അങ്ങോട്ട് വരുമ്പോൾ 2 by n pi. ഇനി ഇൻ്റഗ്രൽ sin n pi by 2 dx x dx. എന്ത് ചെയ്യാം, ഇതിനെ sin n pi by 2x dxനെ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അപ്പോൾ ഈക്വൽ ടു 2 by n pi x ഇൻറ്റു sin n pi by 2x മൈനസ് 2 by n pi. ഇൻ്റഗ്രേറ്റ് സൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്തായി മൈനസ് cos n pi by 2x കഴിഞ്ഞിട്ടില്ല, n pi by 2 വരും. ഇനി ഒന്ന് അറേഞ്ച് ചെയ്യുമ്പോൾ 2 by n pi x ഇൻറ്റു sin n pi by 2x അല്ലെ, മൈനസ് മൈനസും പ്ലസ്. ഇനി 2n pi ഇത് മേലെ മേലിട്ട് 2 by n pi cos n pi by 2x. അപ്പോൾ ഈക്വൽ ടു 2 by n pi x into sin n pi by 2x. 2 into 2 4, n into n n square, pi into pi pi square cos n pi by 2x. എന്ത് ചെയ്യുക, അതിന് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. എന്താ ലിമിറ്റ് 0 to 2 എന്താണ് x into cos n pi by 2x dx എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും അല്ലെ, 2 by n pi ഔട്ട് സൈഡ് എടുത്തു, x ഇൻറ്റു sin n pi by 2xനെ 0 to 2 പ്ലസ് 4 by n സ്ക്വയർ pi സ്ക്വയർ cos n pi by 2xന് 0 to 2 ലിമിറ്റ് കൊടുത്തു. ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുമ്പോൾ ഈക്വൽ ടു 2 by n pi. ഈ അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു sin n pi by 2 ഇൻറ്റു എക്സിനകത്ത് 2 കൊടുത്തു മൈനസ്. ഇനി അടുത്ത ലോവർ ലിമിറ്റ് 0 ഇൻറ്റു sin n pi by 2 ഇൻറ്റു 0 ഇനി പ്ലസ് 4 by n സ്ക്വയർ pi സ്ക്വയർ ഇൻറ്റു
കോസ് എൻ പൈ ബൈ 2 എക്സിന് 2 കൊടുക്കുക മൈനസ് കോസ് എൻ പൈ ബൈ 2 ഇൻറ്റു 0. അപ്പോൾ 2 ബൈ എൻ പൈ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ 2 ഇൻറ്റു സൈൻ എൻ പൈ ഇവിടെ അല്ല 0 ഈ ടൈം അത് 0 ആയിപ്പോയി പ്ലസ് 4 ബൈ എൻ പൈ സ്ക്വയർ ഇൻറ്റു ഈ 2ഉം 2ഉം വെട്ടിപ്പോയി. അപ്പോൾ കോസ് എൻ പൈ മൈനസ് അല്ല 0 ഇൻറ്റു എനി ടൈം 0 അപ്പോൾ കോസ് 0. ഇവിടെ നോക്കുക കോസ് എൻ പൈ എന്താണ് ആൾവേസ് 0 ആണ്. ഇവിടെ അല്ല സോറി സൈൻ എൻ പൈ ആൾവേസ് 0 ആണ്. ഇവിടെ കോസ് 0 എന്താണ് 1 ആണ്. അപ്പോൾ എന്താ 2 എൻ പൈ ഇൻറ്റു 0 മൈനസ് 0 പ്ലസ് 4 എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ മൈനസ് 1. അപ്പോൾ എന്താ ഇതൊക്കെ 0 ആയിപ്പോൾ ലാസ്റ്റ് 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് എൻ പൈ മൈനസ് 1. അടുത്ത നമ്മൾ പറഞ്ഞത് കൊസൈൻ സീരീസ് എഴുതാനാണ്. കൊസൈൻ സീരീസ് ആകുമ്പോൾ a0 അല്ലെങ്കിൽ an മാത്രമേ ഉണ്ടാവുകയുള്ളൂ, ബി എൻ ടേം ഇല്ല. അപ്പോൾ അതുകൊണ്ട് ബി എൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് കൊസൈൻ സീരീസ് എന്ന് എഴുതിയിട്ട് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി an കോസ് എൻ പൈ ബൈ എൽ എക്സ് വരും. ഇവിടെ എല്ലിൻ്റെ വാല്യൂ എന്താണ് 2 ആണ്. അപ്പോൾ a0ൻ്റെ വാല്യൂ 1, സമ്മേഷൻ n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇനി a നമ്മൾ തൊട്ടുമ്പോൾ കണ്ടെത്തി 4 ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ കോസ് എൻ പൈ മൈനസ് 1 കോസ് എൻ പൈ ബൈ എൽ ആണ്. എൽ ഇവിടെ എത്ര 2x. ഇവിടെ നിർത്തിയാലും മതി, ഇല്ലെങ്കിൽ എന്താ 4 ബൈ പൈ സ്ക്വയറിന് ഔട്ട് സൈഡ് കൊടുത്താൽ അപ്പോൾ എന്താ ഞാൻ 4 ബൈ പൈ സ്ക്വയറിന് ഔട്ട് സൈഡ് കൊടുക്കുന്നു. ബാക്കി എന്തുണ്ട് n ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി കോസ് എൻ പൈ മൈനസ് 1 ബൈ എൻ സ്ക്വയർ കോസ് എൻ പൈ ബൈ 2x. അപ്പോൾ ഇതാണ് ഹാഫ് റേഞ്ച് എക്സ്പാൻഷൻ അല്ലെങ്കിൽ കൊസൈൻ സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇത് ചെയ്ത് നോക്കുക.